മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെല്ലാവരും ചേർത്തി പിടിക്കുക. തന്നെ ഡോക്ടർ ഇപ്പം അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ എന്നാൽ നമ്മൾ അഡ്മിറ്റ് ആക്കാം. ഇൻഷാ അല്ലാ എന്തായാലും എന്നാൽ ഞാൻ വൈകുന്നേരം വരാം കേട്ടോ. ഹോസ്പിറ്റൽ കേസ് തന്നെയാണല്ലോ, എന്താ ചെയ്യുക? അത് വായിദ് ഉസ്താദല്ലേ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തേ ഉച്ച നേരത്ത് ഇവിടെ ഇരിക്കണേ? ഹലോ, ഞാൻ ഇന്ന് ചോറിനുണ്ടാവില്ല കേട്ടോ. മോനക്ക് തീരെ വയ്യ. ഞാൻ തന്നെ നാട്ടിൽ പോകാൻ നിൽക്കാം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. എന്നാ കയറി, ഞാൻ ബസ് പോണെടുത്ത് ആക്കിത്തരാം, കയറി. അല്ല, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വൈകുന്നേരം പോകണുള്ളൂ. അപ്പം നിങ്ങളല്ലേ ഇപ്പോൾ ഫോണിൽ കൂടെ പോവാന്ന് പറഞ്ഞ്? അതൊന്നുമില്ല, ഈ വെയിലത്ത് അത്രയും ദൂരം പോയിക്കാണ്ട് ഭക്ഷണം കഴിച്ചാണ്ട് വരാനുള്ള ആ ബസ്സിലല്ല ഇപ്പോൾ ഞാനുള്ളത്. അതെന്തേ മോനെന്തേ പറ്റി? മോനക്ക് പനിയായിരുന്നു, ഒരാഴ്ചയായി തുടങ്ങിയിട്ട്. 4 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. ഇന്നലെ ഇപ്പോൾ ഡിസ്ചാർജ് ആക്കി കൊടുന്ന്. അപ്പോൾ വീണ്ടും ഒന്ന് തുടങ്ങിയിരിക്കണം. അതിന് നിങ്ങൾ അസർ വരെ കാത്തിക്കണം പോവാന്, നിങ്ങൾക്ക് പോയിക്കൂടെ? അസർ ബാങ്ക് കൊടുക്കാനുള്ളതല്ലേ, ഈ നേരത്തെ പറഞ്ഞാൽ ആരും കിട്ടൂലല്ലോ. അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട, ബാങ്ക് ഞാൻ കൊടുത്തോണ്ട് നിങ്ങൾ പോയിക്കോളേ. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആകുമ്പോൾ കുറച്ച് പൈസക്കും ആവശ്യം ഉണ്ടാവില്ലേ. പ്രസിഡൻറ്റിനെ കണ്ടിട്ട് പൈസ ചോദിച്ചു നോക്കട്ടെ, കിട്ടുമോ എന്നുള്ളത് അറിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ പ്രസിഡന്റിനെ ഒക്കെ കാണാൻ ഒരുപാട് സമയമാവില്ലേ? നിങ്ങൾ നേരെ അതായത് കുറച്ച് പൈസ ഉണ്ട്, നിങ്ങളവിടെ വെക്കി. അല്ല ഇത് വെക്കി. ഇതെന്നാ ഞാൻ വന്നിട്ട് തരണ്ടിട്ട പൈസ തിരിച്ച്? അത് നിങ്ങൾ തരുമൊന്നും വേണ്ട. അല്ല, അങ്ങനൊന്നല്ല. അല്ല, അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ പിന്നെ ആലോചിക്കാം. നിങ്ങളിപ്പോൾ പോവാനുള്ള പരിപാടി നോക്കി. ഇത് വലിയൊരു ആശ്വാസമായി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. ഇൻഷാ അല്ലാ. നിങ്ങൾ എന്തായാലും ദ്വാരക്ക്. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അല്ല, വീട്ടിൽ ആരൊക്കെ ഉണ്ട് നിങ്ങൾക്ക്? ഉപ്പ മരിച്ചു, ഉമ്മയും പെങ്ങളും ഉള്ളത്. പിന്നെ എനിക്ക് ഒരു മോനും പെണ്ണുങ്ങളുമാണ്. പെങ്ങളെ കെട്ടിച്ചിട്ടില്ല, അവളെ കല്യാണം അടുത്ത ഓഗസ്റ്റിലാണ്. ഇപ്പാൻ്റെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഹാഫിളായി കാണുന്നത്. പക്ഷെ ഇപ്പാക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. അപ്പം ഇനി പെങ്ങളെ കല്യാണമൊക്കെ എങ്ങനെ? അതിൻ്റെ കാര്യം വളരെ പ്രയാസത്തിലാണ്. പഠിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടിട്ടുണ്ടാവുമല്ലോ. തന്നെ അതല്ല, ഇപ്പം ഈ കയ്യിലുള്ള പൈസ ഒന്നും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മതിയാവില്ലല്ലോ. നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ എടുത്ത് തരുമോ? ഞാൻ അതിലേക്ക് ഞാൻ പൈസ എന്തെങ്കിലും അയച്ചു തരാം. ഞാനിതുവരെ ഗൂഗിൾ പേ ഒന്നും എടുത്തിട്ടില്ല, എൻ്റെ അടുത്ത് അതില്ല. ഇപ്പം എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യേ, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാച്ചാണ്. ഇത് വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ അടക്കാനുള്ള എമൗണ്ട് കിട്ടും. എനിക്കൊരു സുഹൃത്ത് ഒരു സമ്മാനമായിട്ട് തന്നതാണ്. നിങ്ങളെ കാര്യം നടക്കട്ടെ, നിങ്ങളൊന്ന് വേഗം ചെല്ലി. വളരെ വലിയ ഉപകാരമായി. ഞാൻ ഇതൊരിക്കലും വാങ്ങാൻ വിചാരിച്ചതല്ല. എൻ്റെ അവസ്ഥ നിങ്ങൾ അതൊന്നും പറയണ്ട, നിങ്ങൾ വേഗം ചെല്ലി, വേഗം ചെല്ലി. പഠിച്ചോനെ, ഈ നല്ല മനുഷ്യനാണല്ലോ നാട്ടുകാർ കഴിഞ്ഞ രക്ഷയിൽ പൈസ വാങ്ങി തോൽപ്പിച്ചത്. പഠിച്ചോനെ, ഇത് കബൂലാക്കണേ. എൻ്റെ കുട്ടിക്കൊന്നും പറ്റാതിരിക്കട്ടെ. അവലിൻ്റെ പണി പെട്ടെന്ന് തീർക്കണം. പിന്നെ ടൈലെടുക്കാൻ പോകുമ്പോഴേ സെക്രട്ടറിനും കൂടെ ഒന്ന് നോക്കാനും മോഡലൊക്കെ നോക്കാനോ. മറ്റേ ആൾ വരുന്നുണ്ട്, കിറാമുട്ടി. ഞാൻ ഉറങ്ങാനെന്ന് പറഞ്ഞാലേ. അസ്സലാമു അലൈക്കും. പ്രസിഡന്റ് എവിടെ? വലൈക്കും അസ്സലാം. ആള് ഉറങ്ങാണ്. ഉറങ്ങണ പ്രസിഡന്റിന് സെക്യൂരിറ്റി ഒക്കെയാവില്ലേ നിങ്ങള്? അല്ല, ഞാനൊരു വർക്കിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ്. എന്നാ പിന്നെ പ്രസിഡന്റ് ഉറങ്ങി വരുന്നവരെ ഞാനും കാത്തിരിക്കാം. ഞാൻ കണ്ടിട്ടേ പോണുള്ളൂ. എന്ത് കട്ടകാലത്ത് ചെന്നായി വന്നതെന്നാവും. അല്ല, നിങ്ങളല്ലേ ഉറങ്ങാന്ന് പറഞ്ഞേ? ഞാനൊന്ന് മയങ്ങിപ്പോയി. അല്ല, ഇജ്ജിപ്പോ എന്തേപ്പോ പോന്ന്? നമ്മളെ പള്ളിയിലെ വായിദ് ഉസ്താദിന് ഇപ്പോ എത്ര ഞങ്ങള് ശമ്പളം കൊടുക്കണത്? മൂപ്പർക്ക് കഴിഞ്ഞ കൊല്ലം വരെ 4000 കൊടുത്തിരുന്നു. കൊല്ലം 500 കൂടി കൂട്ടി 4500 കൊടുക്കണ്ടല്ലോ. ഈ 4500 കൊണ്ട് നിങ്ങൾക്ക് മീശക്ക് പെയിന്റ് അടിക്കാനും മുഖം മനിക്കാനും ഈ പൈസ തികയോ? അതിലും കൂടുതൽ നിങ്ങൾ പെട്രോൾ അടിച്ച് കഴിക്കണില്ലേ? പിന്നല്ലേ ഈ കാലത്ത് ഒരു കുടുംബം നോക്കണ മനുഷ്യന് ഈ 4500 റുപ്യ? അല്ല, എന്താ എന്റെ പ്രശ്നം? നമ്മളെ മദ്രസിലും പള്ളിയിലും ജോലി ചെയ്യണ ഉസ്താദന്മാർക്ക് അവര് ചെയ്യണ ജോലിക്കനുസരിച്ചുള്ള പ്രതിഫലം കിട്ടണില്ല. ഓർക്കിപ്പോ എന്താ അത്ര മലമറിക്കണ പണി? 1-2 മണിക്കൂർ മദ്രസ കഴിഞ്ഞാൽ പിന്നെ എപ്പോഴേലും ഒരു ബാങ്ക് കൊടുക്കണ പണിയല്ലേ ഉള്ളൂ. അവരെ ജീവിതാവശ്യങ്ങൾക്കനുസരിച്ചുള്ള ശമ്പളം കൊടുക്കണം. അവര് ചെയ്യുന്ന സേവനം അത്രയും വലുതല്ലേ? ഇച്ചങ്ങനെ മണ്ടി വന്നിട്ട് പറയുമ്പോ അങ്ങനെ ശമ്പളം എടുത്തു കൊടുക്കാനൊന്നും പറ്റൂല. ഇത് കമ്മിറ്റി കൂടൊക്കെ വേണ്ടേ? അതിന് നിങ്ങളെ പെരേന്ന് പൈസ എടുത്തു കൊടുക്കാനല്ല പറയണത്. പള്ളിക്കും മദ്രസിനും നാട്ടുകാർ തന്ന പൈസ ഉണ്ട്. പിന്നെ ഓഡിറ്റോറിയത്തിന്റെയും ബിൽഡിങ്ങിന്റെയും എത്ര വരുമാനം പള്ളിക്കും മദ്രസിനും ഉണ്ട്. വരുമാനം ഉള്ളതിനനുസരിച്ച് ഇവിടെ ചെലവുകളില്ലേ? എന്ത് ചെലവ്? 2 കൊല്ലം കൂടുമ്പോ മദ്രസും പള്ളിയും ഒന്ന് പെയിന്റ് അടിക്കണതോ?
10 ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണം, പിന്നെ കറണ്ട് ബില്ല്, അങ്ങനെ ചെലവുകൾ എത്ര ഉണ്ട്? അതിന് കറണ്ട് ബില്ല് സെയ്തൽ ബേജി അല്ലേ അടക്കണത്. പിന്നെ 10-400 കുട്ടികൾ മദ്രസിലുണ്ട്. 150 റുപ്യ പ്രകാരം ഈ കുട്ടികളെക്കൊന്ന് മാസം വരിസംഖ്യ വാങ്ങണില്ലേ? ഞങ്ങൾക്ക് കണക്കറിയില്ല എന്ന് വിചാരിക്കരുത്. കിട്ടുന്നത് ഫുള്ള് അങ്ങോട്ട് വാങ്ങിക്കല്ലാതെ നേരാവണ്ണം ചെലവാക്കാനും അറിയണം. എന്താ ഈ പറയണത്? ഇതങ്ങനെ ചെലവാക്കി കളയാനുള്ളതല്ല, ഇതിനൊക്കെ ഒരു സൂക്ഷ്മത വേണം, അല്ലെങ്കിൽ പടച്ചോനെ. നിങ്ങളൊക്കെ നിധി കാക്കണ ഭൂതങ്ങളെ പോലെ കെട്ടിപ്പിടിച്ചിരിക്കണ പൈസ ഒന്നും പടച്ചോന് വേണ്ട. നിങ്ങൾ കൊടുക്കണ ഈ 4500 കൊണ്ട് ഭക്ഷണം, മരുന്ന് ഇതൊക്കെ കഴിയണം. അത് നടക്കൂലെന്ന് ഏത് പടപ്പാൾക്കും അറിയാം. ഈ സൂക്ഷ്മതനെ പറ്റിയൊന്നും നിങ്ങൾ എന്നോട് പറയണ്ട. നമ്മുടെ പള്ളിന്റെയും മദ്രസിന്റെയും വരുമാനങ്ങൾ എടുത്ത് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ചെലവാക്കേണ്ടതെന്ന് ഒക്കെ എനിക്കറിയാം. അതൊക്കെ അറിഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നേക്കണത്. എടാ നിങ്ങൾ രണ്ടാളും വന്നിട്ട് കുറെ നേരമായില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ചായ ജ്യൂസ് എന്താ ഞാൻ എടുക്കണ്ടി? എനിക്കിപ്പോ ചായയും ജ്യൂസൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു തീരുമാനങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കി തരണം. ജി പറഞ്ഞ കാര്യം ഞങ്ങളും മുന്നേ തന്നെ ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ വിട്ടുപോയതാ. ഈ വിഷയം ഇനി ആരോടും പറയാൻ നിൽക്കണ്ട, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടായിക്കോളാം. അത് മാത്രം പോരാ പ്രസിഡന്റെ. പിന്നെ എന്താ? ഈ ഒരു ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യാന്ന് വിചാരിച്ച് കമ്മിറ്റിക്കാർക്ക് ഈ മൂല്യന്മാരോട് എന്തും പറയാ, എന്തും ചെയ്യിപ്പിക്കാന്നുള്ള തോന്നലൊക്കെ മാറ്റി വെച്ച് അവരെ മാന്യമായി പരിഗണിക്കണം. നമ്മളാ വായിദ് ഉസ്താദിന്റെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഇനിയെങ്കിലും അവരെ കൊണ്ട് ബാത്റൂമും കക്കൂസൊക്കെ ക്ലീൻ ആക്കിക്കുന്ന ഒഴിവാക്കിയിട്ട് പകരം അതിന് വേറൊരാളെ ജോലിക്ക് വെക്കണം. ഒന്നുമില്ലെങ്കിൽ അയാളൊരു മുഅദ്ദിനല്ലേ? പോരാത്തിന് ഖുർആൻ മനപ്പാടാക്കിയ ആളും എന്നിട്ടും നിവൃത്തികേട് കൊണ്ട് ജോലി ചെയ്യുന്ന വായിദ് ഉസ്താദിനെ പോലത്തെ ഒരുപാട് ഉസ്താദുമാരുണ്ട് പല സ്ഥലങ്ങളിലും. എന്നിട്ടും അവരൊന്നും ഇത് ഇട്ടെറിഞ്ഞ് പോവാത്ത എന്താണെന്നറിയോ? അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളത് കൊണ്ടാണ്. അവരൊക്കെ സാമ്പത്തികമായോ അല്ലാതെയോ തളരുമ്പോ നമ്മളൊക്കെ അവരെ ചേർത്ത് പിടിക്കണം.